ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് മിഷാൽ. അമൽ കോളേജിലെ BSc കമ്പ്യൂട്ടർ സയൻസ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന സബ്ജക്റ്റിലെ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്ക് ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ ഇനി ടോപ്പിക്കിലേക്ക് പോകാം. Introduction to data communication. Data communication refers to the exchange of data between devices through a transmission medium. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ഡിവൈസസ് ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് ആണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ 2 ടൈപ്സ് ആണുള്ളത്. മെയിനായിട്ട് 2 മെയിൻ ടൈപ്സ്. ഫസ്റ്റ് വൺ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസ് ആണ്. ഫസ്റ്റ് വൺ ആയിട്ടുള്ളത് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസ് ആണ്. സെക്കൻഡ് വൺ ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസ്. അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസിന് 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസും സെക്കൻഡ് വൺ ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ആണ്. ഇനി നമുക്ക് ഇതിലെ ഫസ്റ്റ് ടൈപ്പായ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ? എ പ്രോട്ടോക്കോൾ ദാറ്റ് processes and transmits data as characters using special control characters for framing. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എ പ്രോട്ടോക്കോൾ ദാറ്റ് പ്രോസസ്സസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ ആസ് ക്യാരക്ടേഴ്സ് യൂസിങ് സ്പെഷ്യൽ കൺട്രോൾ ക്യാരക്ടേഴ്സ് ഫോർ ഫ്രെയിമിംഗ്. അതാണ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Historical background used in early serial communication protocols, mainly in IBM's BSc എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈനറി സിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് യൂസ്ഡ് ഇൻ ഏർലി സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്, മെയിൻലി ഇൻ IBM's BSc. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിനി നോക്കുന്നത്. ഈച്ച് ഡാറ്റ ഫ്രെയിം ഇൻക്ലൂഡ്സ് സ്റ്റാർട്ട് ഓഫ് ഹെഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ SOH എന്ന് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഡാറ്റ. നെക്സ്റ്റ് എൻഡ് ഓഫ് ടെസ്റ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ETX വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം സ്ട്രക്ചർ ഓഫ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സ്റ്റാർട്ട് ഓഫ് ഹെഡർ, ടെസ്റ്റ് ഡാറ്റ, എൻഡ് ഓഫ് ടെസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺട്രോൾ ക്യാരക്ടേഴ്സ് ഇൻ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. അതായത് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളിൻ്റെ കൺട്രോൾ ക്യാരക്ടേഴ്സാണ് നോക്കുന്നത്. എക്സാമ്പിൾസ് SOH നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ട് ഓഫ് ഹെഡർ. സെക്കൻഡ് വൺ ETX, എൻഡ് ഓഫ് ടെസ്റ്റ്. ഇനി അടുത്തത് EOT, എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് കൺട്രോൾ ക്യാരക്ടേഴ്സ് ഇൻ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. എക്സാമ്പിൾസ് SOH, ETX, EOT.
Example protocols: binary synchronous communication was a widely used character-oriented protocol. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ വർക്ക്സ്. നമ്മുടെ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ബ്ലോക്സ്, ഈച്ച് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് വിത്ത് കൺട്രോൾ ക്യാരക്ടേഴ്സ് ടു മാർക്ക് ബൗണ്ടറീസ്. എന്നോട് റിപ്പീറ്റ് ചെയ്യാം. ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ബ്ലോക്സ്, ഈച്ച് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് വിത്ത് കൺട്രോൾ ക്യാരക്ടേഴ്സ് ടു മാർക്ക് ബൗണ്ടറീസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിനി നോക്കുന്നത്. സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഇൻ എയർലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഇൻ എയർലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഇനി നമ്മൾ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഎഫിഷ്യൻറ്റ് ഡ്യൂ ടു ഹൈ ഓവർഹെഡ് ആൻഡ് സസ്പെക്റ്റബിലിറ്റി ടു ട്രാൻസ്മിഷൻ എറേഴ്സ്. അപ്പം ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി വരുന്നത് ഈ കാര്യമാണ്. ഇനി നമുക്ക് ബിറ്റ് സ്റ്റഫിങ്ങും ബൈറ്റ് സ്റ്റഫിങ്ങും കമ്പയർ ചെയ്തൊന്ന് നോക്കാം. ബിറ്റ് സ്റ്റഫിങ് ആഡ്സ് എക്സ്ട്രാ ബിറ്റ് ടു അവോയ്ഡ് കൺട്രോൾ ക്യാരക്ടർ കോൺഫ്ലിക്ട്സ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആഡ്സ് എക്സ്ട്രാ ബിറ്റ്സ് ടു അവോയ്ഡ് കൺട്രോൾ ക്യാരക്ടർ കോൺഫ്ലിക്ട്സ്. ഇനി നമ്മൾ നോക്കുന്നത് ബൈറ്റ് സ്റ്റഫിംഗ് ആണ്. യൂസസ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ടു ഇൻഡിക്കേറ്റ് ഡാറ്റ ബൗണ്ടറീസ്. റിപ്പീറ്റ് ചെയ്യാം. യൂസസ് എസ്കേപ്പ് characters to indicate data boundaries. Next, error detection in character oriented protocol. Character oriented protocol എറർ ഡിറ്റക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യൂസസ് പാരിറ്റി ബിറ്റ്സ് ആൻഡ് ചെക്ക് സംസ് ടു ഡിറ്റക്റ്റ് എറേഴ്സ് ഇൻ ഡാറ്റ ട്രാൻസ്മിഷൻ. കമ്പാരിസൺ വിത്ത് ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. ക്യാരക്ടർ ഓറിയൻറ്റഡ്, അതായത് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ബിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ഓറിയൻറ്റഡ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ക്യാരക്ടേഴ്സിനെയാണ്. അതേപോലെ ബിറ്റ് ഓറിയൻറ്റഡ് യൂസ് ചെയ്യുന്നത് ബിറ്റ് പാറ്റേൺസ് ഫോർ ഫ്രെയിമിംഗ് എന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ എയർലി ടെർമിനൽ കമ്മ്യൂണിക്കേഷൻസ്, ലെഗസി സിസ്റ്റംസ് ആൻഡ് IBM മെയിൻ ഫ്രെയിം നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോകോളിൻ്റെ ആപ്ലിക്കേഷൻസ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. യൂസ്ഡ് ഇൻ എയർലി ടെർമിനൽ കമ്മ്യൂണിക്കേഷൻസ്, ലെഗസി സിസ്റ്റംസ് ആൻഡ് IBM മെയിൻ ഫ്രെയിം നെറ്റ്വർക്ക്സ്. ഇനി ഇതിൻ്റെ ചാലഞ്ചസും ലിമിറ്റേഷൻസും ആണ് പറയുന്നത്. നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് നെറ്റ്വർക്ക്സ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ലാർജ് ഓവർ ഹെഡ്. അപ്പോൾ അതിലെ ചാലഞ്ചസും ആൻഡ് ലിമിറ്റേഷൻസ് വരുന്നത് പ്രധാനപ്പെട്ട കാര്യം നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് നെറ്റ്വർക്ക്സ് ബിക്കോസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ലാർജ് ഓവർ ഹെഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസിഷൻ ടു ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോകോൾസ്. Protocols like HDLC and STLC replaced character-oriented protocols for better efficiency. Next, modern data communication protocols. Today, TCP/IP and Ethernet are widely used for digital communication. ഇന്നിപ്പം TCP/IP and Ethernet ഒക്കെ നമ്മളെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മോഡേൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതായാലും ലിമിറ്റേഷൻ ഉണ്ടാകുക ക്ലാസ്സിന് നിങ്ങൾ സദയം ക്ഷമിക്കുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.